ഹായ്. ഒരു റോഡ് ട്രിപ്പ് സർവൈവൽ ത്രില്ലർ ഡ്രാമ പരിചയപ്പെട്ടല്ലോ. ഞാൻ ഈ സിനിമ കാണാനുള്ള മെയിൻ റീസൺ ഇതിന്റെ പോസ്റ്റർ കണ്ടപ്പോഴുള്ള നായകന്റെ ചിത്രമാണ്. നമ്മുടെ ഗായൽ ഗാർസിയ ബെർണാൽ. മോട്ടോർ സൈക്കിൾ ഡയറീസിലെ നമ്മുടെ സ്വന്തം ചെഗ്വേര. സ്പാനിഷ് മൂവിയാണ്, എന്തായാലും ഒന്ന് കണ്ടു നോക്കാന്ന് വിചാരിച്ചു. ചിത്രം ഡെസേർട്ടോ. ഒരു മലമുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നു. ഒരു ട്രക്കിൽ കുറേ അധികം ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നുണ്ട്. പേടിയും ഭയവും സങ്കടങ്ങളൊക്കെ ഉള്ള മുഖഭാവം. ഒരു എക്സ്ട്രീം ലോങ് ഷോട്ടിൽ നിന്ന് ട്രക്ക് ഒരെൻഡിൽ നിന്ന് മറ്റൊരെൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഇതാണ് സിനിമയുടെ തുടക്കം. കുറച്ചധികം ആളുകൾ മെക്സിക്കൻ സിറ്റിസൺസ് അല്ലെങ്കിൽ മെക്സിക്കൻ അഭയാർത്ഥികളിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അമേരിക്കയിലേക്ക് പോവുകയാണ്. തികച്ചും നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച്. വേറൊന്നിനുമല്ല, അനധികൃതമാണെങ്കിലും അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാനാണ്. പിന്നീട് വണ്ടി അവിടെ വെച്ച് കംപ്ലൈൻ്റ് ആവുന്നതും കാൽനടയായി യാത്ര തുടരേണ്ടി വരികയും ചെയ്യുന്നു. ഫാമിലീസും പല ഗ്രൂപ്പ് ഓഫ് ആളുകളുമുള്ള യാത്രയിൽ അവർക്ക് അമേരിക്കയിലേക്കുള്ള സർവൈവൽ യാത്രയാണ് സിനിമ. ഈ ഒരു പ്ലോട്ട് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു മലയാള സിനിമ കയറി വന്നിട്ടുണ്ടാവും. ദുൽഖറിൻ്റെ CIA ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. പക്ഷേ സിനിമയുടെ കാര്യത്തിൽ ഇതിൻ്റെ 7 എഴുത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നായകൻ്റെ ഒരു ടെൻഷൻ ലെവൽ സീനുകളൊക്കെ കാണാം. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ല നമ്മൾ, എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലൊക്കെ ചില സീനുകളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതങ്ങനെ കിട്ടാൻ തന്നെ കാരണം ഈ സിനിമയിലെ വില്ലനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും വില്ലനീസും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്. സിനിമയിൽ അദ്ദേഹത്തിന് ഒരു കൂടെ ഒരാൾ കൂടി ഉണ്ട്, ട്രാക്കർ. അതിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിച്ചു എന്നുള്ള കാര്യം ശരിക്കും അത്ഭുതമാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. സിനിമയിലെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ടതായിട്ട് തോന്നി. കാര്യം ഈ സർവൈവലിൻ്റെ ഇടയിലൊക്കെ ഒരു ക്യാമറ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഫീലായിരുന്നു. സിനിമ ഓടിച്ചിട്ട് പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. എന്നാൽ അതിൽ നല്ല രീതിക്കുള്ള ഫ്രെയിംസും കാണാൻ പറ്റി. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ഉപയോഗിച്ചുള്ള സാധാരണ നാച്ചുറൽ സൗണ്ട്സ് തന്നെയാണ് കൂടുതലും. പിന്നെ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു എഡ്ജി ത്രില്ലർ മൂമെൻറ്റിലൊക്കെയാണ് അത്യാവശ്യം പീക്ക് ഓഫ് സൗണ്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സിനിമ ഒരു ഒറ്റ ലൊക്കേഷനിൽ കൂടുതലായിട്ടും നേച്ചറിനെ കോൺസെൻട്രേറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അധികം ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു തോന്നുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിൽ അത്രയധികം നല്ല രീതിക്ക് മെച്ചമുണ്ടാക്കിയ സിനിമ കൂടിയാണ്. ഈ ഒരു സർവൈവൽ മൂഡിലും ഹ്യൂമൻ ഇമോഷൻസ് കൂടി സംവിധായകൻ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായും ജെയിംസ് ക്യൂറിൻ്റെ ഒരു മികച്ച സർവൈവൽ മൂവി തന്നെയാണത്. ഇന്റർനാഷണലി അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണത്. അക്കാദമി അവാർഡ്സിൽ മെക്സിക്കോയുടെ ഒഫീഷ്യൽ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം എന്ന കാറ്റഗറിയിലുള്ള ഒരു എൻട്രി കൂടിയായിരുന്നു സിനിമ. അപ്പോൾ നല്ലൊരു സർവൈവൽ ത്രില്ലറായിട്ടാണ്, സർവൈവൽ അല്ല, നല്ലൊരു റോഡ് ട്രിപ്പ് സർവൈവൽ ത്രില്ലറായിട്ടാണ് അനുഭവപ്പെട്ട സിനിമ. അത്യാവശ്യം നല്ല രീതിക്ക് വളരെ ചുരുങ്ങിയ 1.5 മണിക്കൂർ എടുത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ലൊരു ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു രീതിക്കുള്ള സിനിമയാണത്. അപ്പോൾ ചെറിയൊരു സമയത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ത്രില്ലർ ഡ്രാമ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഡെസേർട്ടോ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലിൽ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് റിവ്യൂസ് ചെയ്യുന്നുള്ളൂ, നമ്മുടേതായ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. എന്നാലും കുറച്ച് പേരൊക്കെ ഇത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.